ഹലോ, നമുക്കൊരു ഓറഞ്ച് കേക്ക് അല്ലെങ്കിൽ മുസമ്പി എന്നൊക്കെ പറയുന്ന ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളാണ്, അധികം ഐറ്റംസ് ഒന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു മുസമ്പി, അല്ലെങ്കിൽ ഞങ്ങൾ മുസമ്പി എന്ന് പറയും, പല പേരായിരിക്കും, ഇതിന് ഓറഞ്ച് എന്ന് പറയാം. ഇതിൻ്റെ തൊലി മാത്രം പീൽ ചെയ്തെടുക്കണം. അതിൻ്റെ യെല്ലോ പാർട്ട് മാത്രം, അതിൽ വെള്ള ഭാഗം പെടരുത്. വെള്ള ഭാഗം പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറി ഒരു കയ്പ്പ് ടേസ്റ്റായി മാറും. അതിൻ്റെ വെള്ളഭാഗം പെടാതെ എത്രത്തോളം നൈസായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെ എടുത്തിട്ട് എത്ര വേണമെങ്കിലും ആ ഒരു ഓറഞ്ചിൻ്റെ മുഴുവൻ തൊലിയും അതുപോലെ എടുക്കുക. എന്നിട്ട് വളരെ ചെറുതായിട്ട് കത്തി ഉപയോഗിച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കുക. എത്രത്തോളം നൈസാക്കി ചെറുതായിട്ട് അരിയാൻ സാധിക്കും അത്രത്തോളം ചെറുതായി അരിഞ്ഞെടുക്കുക. അങ്ങനെ ഞാൻ വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1.25 ടേബിൾ സ്പൂണോളം വരും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ വെള്ള ഭാഗം പെടരുതെന്ന് മാത്രം. അങ്ങനെ നമ്മളിതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ തൊലി കളഞ്ഞ ആ മുസമ്പി അല്ലെങ്കിൽ ഓറഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് മാത്രം പിഴിഞ്ഞെടുക്കണം. 2 ഭാഗവും പിഴിഞ്ഞെടുക്കുക. നമ്മൾ തൊലി കളഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ നന്നായി ഞെക്കിപ്പിടിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരു ഒന്ന് അരിച്ചു മാറ്റിയെടുക്കാം. അങ്ങനെ കുരു അതിൽ നിന്ന് ഞാൻ അരിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടാവും കേട്ടോ. 1/4 കപ്പേ ആവശ്യമുള്ളൂ. 1/4 കപ്പും വളരെ കുറച്ച് അധികം ഉണ്ട്, വളരെ അധികമൊന്നുമില്ല, ഇത്രയേ ആവശ്യമുള്ളൂ. ഇതിലെ വെള്ളം ചേർക്കാത്ത ഒറിജിനൽ അതിൻ്റെ നീര് മാത്രമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കറുത്ത മുന്തിരിയോ അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കാണാനും ഒരു ഭംഗിയുണ്ടായിരിക്കും. ഇനി നമുക്ക് മൈദ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പ് 1 കപ്പും 1/4 കപ്പ് മൈദയും, അങ്ങനെ 1/4 കപ്പ് മൈദയും ഒരു 1.5 ടീസ്പൂൺ, ടേബിൾ സ്പൂണില്ല, ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. സോഡാപ്പൊടി ചേർത്തിട്ടില്ല, ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ വളരെ നന്നായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. നന്നായി അരിച്ചെടുത്ത് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ 2-3 ഐറ്റംസുള്ള മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് 2 കോഴിമുട്ടയാണ്. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഈ സമയത്ത് 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാവും പൊടിച്ചതാവും എന്തായാലും കുഴപ്പമൊന്നുമില്ല. 2 മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനാണ് പഞ്ചസാര നമ്മളിപ്പോൾ ഇട്ടിട്ടില്ല. കുറച്ച് ബീറ്റ് ചെയ്ത് നന്നായി ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്താണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ഓറഞ്ചിൻ്റെ നീരിനകത്ത്, അതായത് ജ്യൂസിനകത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പതഞ്ഞ് വന്ന സമയത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള അങ്ങനെ കുറച്ചായിട്ട് ഒരു 3 പ്രാവശ്യം ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാത്രത്തിൽ വെള്ളം ഒന്നും ഉണ്ടാവരുത്. വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പഞ്ചസാര മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. പതഞ്ഞ് വന്ന് നമ്മൾ ബീറ്റ് ചെയ്ത് നിർത്തിയിട്ട് അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്താൽ ഒരു ഓറഞ്ച് കളർ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാണാൻ ഭംഗി ഓറഞ്ച് കളർ, എൻ്റെ കയ്യിൽ കളറില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മൾ അതെല്ലാം കൂടി ഒന്നും കൂടി ബീറ്റ് ചെയ്ത്, അധികം സമയം ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ബീറ്റ് ചെയ്ത് അതവിടെ വെച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓറഞ്ചിൻ്റെ നീരിനകത്ത്, ജ്യൂസിനകത്ത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഇട്ടിട്ടുണ്ടാവും, അത് അരിച്ചെടുത്തിട്ട് മാറ്റുക കേട്ടോ. ഞാൻ ഓറഞ്ചിൻ്റെ ഇതളുകൾ ചെറുതായിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദ മിക്സ് ചെയ്ത് വെക്കുക. അത് ജസ്റ്റ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് അടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചേർത്താൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ ഭംഗിയുണ്ടാവും. ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്താൽ മതി. അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് ആ ഓറഞ്ചിൻ്റെ നീര് ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം, മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് മൈദ, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം ചേർത്ത് കൊടുത്ത് പതുക്കെ ഇളക്കി കൊടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. പതുക്കെ നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഷെയറും ലൈക്കും കമൻറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഹൈപ്പ് എന്ന ബട്ടൺ ഉണ്ടെങ്കിൽ ആ ഹൈപ്പ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്, ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് തിക്കുണ്ടാവും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്.
ഇത് നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് മൈദ തൂക്കി കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതില്ലെങ്കിൽ ഈ ബട്ടർ പേപ്പറിന് പകരം ഇങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത്, കുറച്ച് മൈദ ഇതാക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതായത് നമ്മൾ ഓവൻ സെറ്റപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കർ ഒരു ഹൈ ഫ്ലെയിമിൽ വിസിൽ ഊരിയിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് പെട്ടെന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് നന്നായി ടാപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ കുക്കർ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു. പിന്നെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ടോ എന്തെങ്കിലും തളയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബേസ് നമ്മുടെ ടിന്ന് ഇറക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു കൊടുക്കാം. അതിനെ വിസിൽ മാറ്റാൻ മറക്കരുത്. ഏകദേശം ഒരു 35 മിനിറ്റോളം ആകുമ്പോഴേക്ക് ലോ ഫ്ലെയിമിൽ വെക്കണം, പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത് കേട്ടോ. ഒരു 35 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഓരോരുത്തരുടെ കുക്കറും അതിനനുസരിച്ച് സമയം വ്യത്യാസം ഉണ്ടാവും. 35-40 മിനിറ്റ് ഉള്ളവർ 30 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സൂപ്പർ നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട് പോയതിന് ശേഷം മാത്രം ഇതിന്ന് എടുത്ത് മാറ്റുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി ഇതൊരു ടീ കേക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്രീമൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് ഒരു ഒറിജിനൽ നല്ല ക്രീം കേക്കൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാറുണ്ട്. അതിന് പറ്റിയ കേക്കാണിത്. അതിൽ ഡ്രൈ ഫ്രൂട്ടൊന്നും ഇടാതെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്രീമൊക്കെ തേച്ചിട്ട് ഒരു ക്രീം കേക്കൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കണ്ടോ, എന്ത് ഭംഗിയല്ല കാണാനായിട്ട്. അതിൻ്റെ ഇടയിലെ ട്യൂട്ടി ഫ്രൂട്ടി കാണാനും നല്ല ഭംഗിയില്ല കാണാൻ. ഓറഞ്ച് കളർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഭംഗിയായേനെ, പക്ഷേ കാണാൻ കുഴപ്പമൊന്നുമില്ല. ഓപ്ഷനിലാണ് ഓറഞ്ച് കളർ വേണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. നല്ല സ്പോഞ്ച് നല്ലൊരു കേക്കാണ്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നല്ല സോഫ്റ്റുള്ള കേക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെർഫെക്റ്റ് കേക്കാണ് കേട്ടോ. എൻ്റെ കേക്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും. ഇതിലൊരു മൈനസും പറയാനില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഒരു ടീ കേക്കായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതുപോലെ ക്രീം കേക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത് വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. പക്ഷേ അതിൽ ഡ്രൈ ഫ്രൂട്ട് ഇടാതെ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, വളരെ സോഫ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഞങ്ങളുടെ കേക്ക് മുറിക്കുന്ന സമയത്ത് വേറെ ആളുകൾ വന്ന് എൻ്റെ മോള് വന്നിട്ട് കേക്ക് മുറിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എൻ്റെ ചാനലിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. കുക്കിംഗ് വീഡിയോ മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.